നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാമി, നീ എന്താ ഇങ്ങനെ? എത്ര പറഞ്ഞിട്ട് നിനക്കെന്താ മനസ്സിലാവാത്തെ? നീ ഇങ്ങനെ കരയല്ലേ? കരയാത്ത പിന്നെ എന്താ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത്? നീ എന്റെ അവസ്ഥയെ മനസ്സിലാക്കണം. 7 വർഷം കൂടി ആറ്റുനോറ്റിരുന്ന് നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവാ. അതിനെക്കുറിച്ച് നീ വല്ലപ്പോഴൊക്കെ ഒന്ന് ഓർക്കണം. പക്ഷെ ദത്തേട്ടാ, എനിക്ക് എന്റെ ആദ്യത്തെ കുഞ്ഞായിരുന്നു. ആദ്യമോ അനുജനായിട്ടല്ല, മകനായിട്ടാ ഞാൻ അവനെ വളർത്തിയത്. അവനിങ്ങനെ എവിടെയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയില് നമ്മളവൻ അന്വേഷിച്ചോണ്ടിരിക്കല്ലേ. മാമി, അവൻ തിരിച്ചു വരുമ്പോ നീ ഇങ്ങനെ നീറി ആരോഗ്യം ഇല്ലാതാക്കിയല്ലോ. അവൻ എന്ന് തിരിച്ചു വരും അത് പറ. അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പ് തരാൻ ദത്തേട്ടന് പറ്റൂ? മാമി, നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോവും. ഞാൻ എന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ആ ശരവണന് എന്റെ കൂടെ ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട്. അയാൾക്കിപ്പോ ഇതല്ലാതെ മറ്റൊരു ഡ്യൂട്ടിയും ഇല്ല. അതിന് ഐജർ കയ്യിൽ നിന്ന് ഞാൻ സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞ മുത്തശ്ശിക്ക് മനസ്സിലാവില്ല. മുത്തശ്ശിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറെ സങ്കടം. മാമി, മുത്തശ്ശിയോട് ഞാൻ സംസാരിക്കാം. എത്രയെന്ന് വെച്ചാ ഇക്കാര്യം സംസാരിച്ച മുത്തശ്ശിയുടെ തലേ കയറുമെന്ന് ദത്തേട്ടന് തോന്നുന്നുണ്ടോ? സംസാരിക്കുന്നത് മനസ്സിലാക്കുന്നൊന്നുമല്ലല്ലോ കാര്യം. നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ മുത്തശ്ശിക്ക് അതൊരു ആശ്വാസമാവും. മാമി, കഴിവതും നീ അവിടെ തന്നെ ഉണ്ടാവണം. ഒറ്റയ്ക്കായി എന്നൊരു തോന്നല് മുത്തശ്ശിക്ക് ഉണ്ടാവാൻ പാടില്ല. മോളിതുവരെ ചേച്ചിക്ക് ചായ ഇട്ട് കൊടുത്തില്ലേ? കേട്ടോ പൂർണിമ, ഇവളുടെ അമ്മ പോയതിനു ശേഷം ഈ വീട്ടിലെ അത്യാവശ്യ അടുക്കള പണിയൊക്കെ ഞാനും മോളും കൂടിയാ ചെയ്യുന്നത്. പാചകത്തിൽ ഇവളുടെ ഗുരു ഞാനാണെങ്കിലും ഇപ്പൊ ഞാൻ ഇവൾക്ക് ദക്ഷിണ വെക്കേണ്ട അവസ്ഥയില. അത്രയ്ക്ക് കൈപ്പുണ്യ. അല്ല, പൂർണിമയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എന്താ, വീട്ടുകാരോട് പിണങ്ങിയിറങ്ങിയതാണോ? ഏ അല്ല, പിന്നെ എനിക്ക് ആരുമില്ല. ആരുമില്ലെന്ന് പറയുമ്പോ? അനാഥയാ. ചേച്ചിക്ക് ഞങ്ങളില്ലേ? സങ്കടങ്ങളില്ലാത്ത ആരാ ഈ ഭൂമിയിലുള്ളത്? അത് ഓരോ തരത്തിലാണെന്ന് മാത്രം. ഇവളുടെ അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് 12 വർഷം കഴിഞ്ഞു. അവള് പോയതും ഇവള് വന്നതും ഒരേ ദിവസം. അസുഖമായിരുന്നോ? അല്ല, അപകടമായിരുന്നു. പൂജാമുറിയിലെ കിടവിളക്കിൽ നിന്നും തീ പടർന്നു. ഒരു ജന്മം മുഴുവൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച അവൾക്ക് എന്തിനായിരുന്നു അങ്ങനെ ഒരു വിധിയെന്ന് എനിക്കറിയില്ല. നിറഗർഭിണിയായിരുന്നു. ഇവളെ പ്രസവിക്കാൻ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് ദൈവത്തോട് യാത്ര പറയാൻ പൂജാമുറിയിലേക്ക് കയറിയതാ. അത് അവസാനത്തെ യാത്ര പറച്ചിലാവുന്നത് അവൾ അറിഞ്ഞില്ല. ചേച്ചിക്ക് എന്നെ അമ്മയെ കണ്ടേ? വാ ചേച്ചി. ഇത് അമ്മയുടെ ഫോട്ടോയാ. പൂർണിമ എന്നായിരുന്നു അവളുടെയും പേര്. മഹാസാധുവായിരുന്നു.
ഒപ്പം ജീവിക്കാൻ ദൈവം ഒരുപാട് കാലമൊന്നും ഭാഗ്യം തന്നില്ലെങ്കിലും ജീവിച്ചതൊക്കെയും നല്ല ഓർമ്മകളാണ്. ഇപ്പോ ഞാൻ കുട്ടിക്ക് തരാന്ന് പറഞ്ഞ ജോലിയില്ലേ, ക്ഷേത്രത്തിലെ കഴകം, അത് ചെയ്തുകൊണ്ടിരുന്നത് ഇവളായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, ശരിക്കും ദൈവം തന്ന സമ്മാനം ചേച്ചിന്ന്. നിർത്ത ആരാ? ജയശങ്കരിയമ്മ, ചെമ്പകശ്ശേരി എന്നാ. ഇവിടുത്തെ കളക്ടർമാരെ ഒന്ന് കാണാൻ വന്നതാ. നിവേദനം വല്ലതാണെങ്കിൽ എന്നെ ഏൽപ്പിച്ചാ മതി, ഞാൻ കൊടുത്തേക്കാം. ഇതേ നേരിട്ട് കൊടുക്കേണ്ടതാ. ആരാ പ്രകാശേട്ടാ? ഞാനാ. കയറ്റി വിട്ടേക്ക്. ചെന്നാട്ടെ. അകത്തിരിക്കാം. നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. എന്റെ ആദിമോൻ എന്താ സംഭവിച്ചെന്നറിയാൻ വന്നതാ. നിങ്ങൾക്കൊന്നും അറിയില്ലെന്നായിരിക്കും മറുപടി, അല്ലേ? അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അന്നാ നാടകം കളിച്ച് എന്റെ മകനെ തേടി എന്റെ വീട്ടിൽ വന്നത്? ആണും പെണ്ണും തമ്മിൽ ഇഷ്ടത്തിലാവുന്നത് ഭൂമിയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. മനുഷ്യനുണ്ടായ കാലം മുതൽ അങ്ങനെയാ. ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും സ്നേഹിക്കും. അല്ലാതെ വന്നാൽ പ്രകൃതിയുടെ താളം തകർന്നു പോവില്ലേ? ഇപ്പൊ നിങ്ങൾ പറയാൻ പോകുന്നത് ആണും പെണ്ണും പരസ്പരം ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, പരസ്പരം ചേരാനുള്ള യോഗ്യത അവർക്കുണ്ടോ എന്നുകൂടി നോക്കണമെന്നായിരിക്കും. എന്നാ കേട്ടോ, എന്റെ ആദ്യക്കുട്ടന് ആവശ്യത്തിലേറെയുണ്ട് ആ യോഗ്യതകൾ. അവനെ ചെമ്പകശ്ശേരിയിലെ ജയശങ്കരി അമ്മയുടെ കൊച്ചുമോനാ. മേജർ രാജേന്ദ്ര പ്രസാദിന്റെയും പ്രൊഫസർ ഇന്ദിരാദേവിയുടെയും മകനാ. കുടുംബ മഹിമയിൽ അവനോട് മത്സരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പോലും പറ്റിയെന്ന് വരില്ല.